കാണികളെ ത്രസിപ്പിച്ചുകൊണ്ടാണ് സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് കോഴിക്കോട് നടന്നത്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റൈസിംഗ് ലീഗ് സീസൺ 2 ഫൈനലാണ് EMS സ്റ്റേഡിയത്തിൽ നടന്നത്. ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ സൽമാൻ ഖാൻ മുഖ്യാതിഥിയായി എത്തിയപ്പോൾ ആവേശം ഇരട്ടിയായി. വ്യത്യസ്ത ഘടനകളിൽ ഒരുക്കിയ ട്രാക്കിൽ റേസിംഗ് ബൈക്കുകൾ കുതിച്ചപ്പോൾ EMS സ്റ്റേഡിയം ആർപ്പുവിളികളിൽ മുങ്ങി. കാൽപന്തുകളി ആവേശം നിറയ്ക്കുന്ന കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ഇത്തവണ റേസിംഗ് ബൈക്കുകളാണ് ഇരമ്പിയത്. സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മൺകൂനകൾക്ക് മുകളിലെ റൈഡേഴ്സിന്റെ പ്രകടനം സമ്മാനിച്ചത് പുത്തൻ അനുഭവമായിരുന്നു. കോഴിക്കോട് ആദ്യമായി വിരുന്നെത്തിയ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിന്റെ ഫൈനലാണ് കാണികളെ ത്രസിപ്പിച്ചത്. മത്സരത്തിന്റെ ആവേശത്തിലേക്ക് സൂപ്പർ താരം സൽമാൻ ഖാൻ കൂടി എത്തിയപ്പോൾ സ്റ്റേഡിയം ആർപ്പുവിളികളിൽ മുങ്ങി. രാജ്യാന്തര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സൂപ്പർ ക്രോസ് മത്സരമാണ് ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് സീസൺ 2. 6 ടീമുകളാണ് ഇവിടെ മത്സരിച്ചത്. 36 ദേശീയ അന്തർദേശീയ റൈഡർമാർ ട്രാക്കിൽ മാറ്റുരച്ചു. 3 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ഇതിൽ 480cc ഇന്റർനാഷണലിൽ ബിഗ് റോക്ക് ടീമിന്റെ മാറ്റ്മോസും 280cc ഇന്റർനാഷണലിൽ അപ്പോളോ ഇൻഡിവിലേഴ്സിന്റെ കാൽവിൻ ഫോൺവേയിലും 280cc ഇന്ത്യ ഏഷ്യ മിക്സിൽ ഡൽവിനേറ്റർ അൽഫാരിസിയും ജേതാക്കളായി. അഡ്വഞ്ചർ മോട്ടോർ സൈക്ലിസ്റ്റും റേസ് പ്രൊമോട്ടറുമായ മുർഷിദ് ബഷീറിന്റെ ബാന്റിനോസ് മോട്ടോർ സ്പോർട്സുമായി സഹകരിച്ചാണ് കോഴിക്കോട് ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചത്. മീഡിയ 1 കോഴിക്കോട്. കോഴിക്കോട്ടുകാർക്ക് നല്ല അടിപൊളി നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ട് പോകാൻ കഴിയാത്തതിലുള്ള വിഷമം ജിൽസി ഇപ്പോഴും.